നമസ്കാരം. തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന തിരുവചനം തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായതിൻ്റെ അനുഭവങ്ങൾ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ബ്രദർ ജോപ്പൻ കളത്തറ കോട്ടയം സ്വദേശിയാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ കുടുംബമായി ജോലി ചെയ്യുന്നു. ഒപ്പം കർത്താവിൻ്റെ വേലയിലും വളരെ ശക്തമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്നു. ജോപ്പൻ ബ്രദർ കടന്നു വന്ന ആ വഴികളെക്കുറിച്ച്, ദൈവം നടത്തിയ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. ബ്രദറെ, സ്വാഗതം. നമസ്കാരം. ഈ പണ്ടൊരു രാഷ്ട്രീയമൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു അങ്ങ് പ്രവർത്തിച്ചിരുന്നത്? ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. കെ എസ് യുയിലൂടെ വന്നതാണ്? കെ എസ് യുയിലൂടെയല്ല, കോൺഗ്രസ് പാർട്ടിയിലൂടെ. അപ്പോൾ ചെറുപ്പമായിരുന്നല്ലോ. അപ്പോൾ യൂത്ത് കോൺഗ്രസിലൊന്നും പ്രവർത്തിച്ചില്ല? യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടില്ല. യൂത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ആയിട്ട് പ്രവർത്തനമായിരുന്നു. കോൺഗ്രസ്സുകാരനായിരുന്നു? അത് കോൺഗ്രസ്സുകാരനായിരുന്നു. അടിയുറച്ചൊരു കോൺഗ്രസ്. പാരമ്പര്യമായിട്ട് തന്നെ നിങ്ങൾ പാർട്ടിക്കാരായിരുന്നു? അതെ, കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ആ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നല്ലൊരു തികഞ്ഞ മദ്യപാനിയാകാൻ ഇടയാവുകയാണ്. എന്താ, പാർട്ടിക്കാരെല്ലാം മദ്യപാനികളാണോ? അങ്ങനെയില്ല. കാരണം സാഹചര്യം, നമ്മൾ അതിനനുസരിച്ചുള്ള ഫ്രണ്ട്ഷിപ്പ് ആ രീതിയിലേക്ക് വന്നപ്പോൾ മദ്യപാനത്തിലേക്ക് ഇച്ചിരി മാറി. അത് ഇച്ചിരി ശക്തമായി. ഞാൻ ഏത് പ്രായത്തിലാണ്? അത് ഞാൻ 9th പഠിക്കുമ്പോഴാണ്. അതായത് 83 എന്നൊക്കെ പറയാം. 1983 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പ്രവർത്തനമായിട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾക്ക് അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒക്കെ പോകാനിടയായി. അങ്ങനെ നടക്കുന്നു. ആരാലും എന്നെ തിരുത്താനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലേക്കായിരുന്നു. മാതാപിതാക്കൾക്കോ സ്നേഹിതർക്കോ ആർക്കും. അതിനപ്പുറത്തേക്ക് എൻ്റെ മദ്യപാനം പോയി. അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ? ചെറിയ പ്രായത്തിൽ തന്നെ വളർന്നു വന്നപ്പോൾ. 9, 10 എന്നൊക്കെ പറയുമ്പോൾ ഒരു 14-15 മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ആ സമയം തന്നെ നല്ലൊരു ഇതിലേക്ക് മാറുകയായിരുന്നു. അത് അങ്ങോട്ട് മൂർച്ഛിച്ച് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ട് ഉള്ള ചെറിയ ചെറിയ തെറ്റുകൾ, പിന്നെ അത് വലിയ വലിയ തെറ്റുകളിലേക്കൊക്കെ പോകേണ്ട സ്ഥിതിയും വന്നു. അതായത് ഈ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പറയാം. കുടിച്ചു കഴിഞ്ഞാൽ വയലന്റ് ആവും. എൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അക്രമകാരിയായിരുന്നു. അതൊന്നും എൻ്റെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്നും ഞാനൊരു ബേസിക് ക്രിസ്ത്യാനിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1995 ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒന്ന് പോകാനിടയായി. അതെന്താ അങ്ങനെ? ഈ രാഷ്ട്രീയക്കാരനായിരുന്ന ആള്, അത്യാവശ്യം കള്ളുകൂടിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന, കോട്ടയത്ത് ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ധ്യാനത്തിന് പോകാനുള്ള കാരണം ഞാനൊരു സമനില തെറ്റിയ മദ്യപാനിയായിപ്പോയി. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നിങ്ങളെക്കുറിച്ച്, ഈ ജ്ഞാനായ സമുദായത്തിലുള്ളവരെ കുറിച്ച് നിങ്ങൾ ഇച്ചിരി കള്ളുകൂടി കൂടുതലുള്ളവരാണോ ഇങ്ങനെ ഒരു അപഖ്യാതി കിംവദന്തി പറഞ്ഞു കൊടുത്താറുണ്ടല്ലോ? അങ്ങനെ ജ്ഞാനായ സമുദായത്തിൽ അങ്ങനെ ഒരു പേരുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഇല്ലാത്തവരും ഉണ്ടായി. അതിപ്പം കോമൺ ആയിട്ട് എല്ലാവരും മദ്യം ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് നമ്മൾ ഒരു പ്രത്യേക രീതിയിലേക്ക് പോയി. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള എന്നെ സ്നേഹിക്കുന്ന ചില വ്യക്തികൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഡിവൈൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഒന്ന് പോയി നോക്ക്. അപ്പം ഞാൻ ചുമ്മാതെ ഒന്ന് രസത്തിന് പോയി ഇവരുടെയൊക്കെ നിർബന്ധത്തിന് ചെന്ന് കയറിയതാണ്. അപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട പനക്കലച്ചനാണ് ശുശ്രൂഷയിലേക്ക് കടന്നു വരിക. അപ്പം ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് കൊച്ചിലെ തൊട്ട് കേട്ടിട്ടുള്ളൊരു വചനമാണ്, മദ്യപാനി നീ സ്വർഗരാജ്യം പ്രാപിക്കത്തില്ലെന്നൊരു വചനം. പക്ഷേ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ, ഞാൻ നോക്കുമ്പോൾ അച്ഛൻ്റെ മുഖം ഭയങ്കര ഭീകരമായൊരു മുഖഭാവം. അതായത് ഒരു ഭയങ്കര വ്യത്യസ്തമായ മുഖഭാവമാണ്, ഗൗരവവും ഭയങ്കരമായിട്ടൊരു അച്ഛനൊരു വേദന നിറഞ്ഞ രീതിയിലാണ് കടന്നു വരുന്നത് ആൾക്കാരെ ആ സ്റ്റേജിലേക്ക്. എന്നിട്ട് അച്ഛൻ കൈ വീശി, അന്ന് 10,000 പേരുള്ള സമയമാണ്, അച്ഛൻ കൈ വീശിക്കൊണ്ട് പറയുകയാണ്, മദ്യപാനി നീ ഒരിക്കലും സ്വർഗത്തിൻ്റെ പടി കാണത്തില്ല.
അപ്പം ഞാൻ ഈ വചനം കേട്ടപ്പോൾ ആ സമയത്ത് എൻ്റെ ചങ്കിലേക്ക് എന്തോ തുളച്ചു കയറുന്ന ഒരു അനുഭവം വരിക, എന്നെ വല്ലാതെ വിഷമിപ്പിക്കുക, എന്തൊരു എല്ലാം ഭയങ്കര വല്ലാത്തൊരു അസ്വസ്ഥത, ഷിവർ ചെയ്യുന്നു പല രീതി. അപ്പോൾ ഞാൻ ഈ വെറും വയറ്റിലാണ് ഈ മദ്യം കഴിച്ചുകൊണ്ടിരുന്നത്. അന്ന് ചാരായൊക്കെ ഉള്ള കാലഘട്ടം. അപ്പം അതേ തുടർന്ന് എനിക്ക് അൾസർ എന്ന് പറഞ്ഞ രോഗമുണ്ടായി. അപ്പോൾ ആ അൾസറിന് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഓമോസ് എന്ന് പറഞ്ഞ ഗുളിക വെറും വയറ്റിൽ മോർണിംഗിൽ കഴിക്കണം. ഞാനിത് കഴിക്കുകയും ചെയ്യുന്നു. ആ സമയത്തും സ്മോൾ അടിക്കും. അപ്പം അങ്ങനെ എൻ്റെ ബോഡി തന്നെ വീക്കാകാൻ തുടങ്ങും. അപ്പം ഈ ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആദ്യത്തെ ഈ വചനം, മദ്യപാനി നീ ഒരിക്കലും സ്വർഗ രാജ്യം പ്രാപിക്കില്ലെന്ന് പറഞ്ഞതിന് ശേഷം അച്ഛൻ അടുത്തതായിട്ട് പറയുന്നത് സങ്കീർത്തനം 107:17, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി മാറി. അപ്പോൾ എന്നെ ചിന്തിപ്പിക്കാൻ തുടങ്ങുക, ഞാൻ ഈ എൻ്റെ രോഗത്തിൻ്റെ കാരണം ഇതാണല്ലോ, എൻ്റെ പാപമാണല്ലോ. വീണ്ടും അച്ഛൻ, അപ്പോൾ എൻ്റെ കുടുംബം, എൻ്റെ ഫാദർ നല്ല തികഞ്ഞ മദ്യപാനി, കുടുംബ സമാധാനം ഇല്ലാത്തൊരു ഭവനം. കാരണം എല്ലാം ഈ വെള്ളവടി ശരിക്കും പാരമ്പര്യമായിട്ട് തന്നെ ഉണ്ട്, പാരമ്പര്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ മദ്യത്തിൻ്റെ പരിണതഫലം കൊണ്ട് കുടുംബത്തിനും തകർച്ച, സമാധാനമില്ലാത്ത. എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 3 പേരാ, 2 ആണും 1 പെണ്ണും. അപ്പം സങ്കീർത്തനം 39:11 പറയുന്നു, പാപം മുഖാന്തരം നിന്നെ ശിക്ഷിക്കുമ്പോൾ നിനക്ക് പ്രിയങ്കരമായതിനെല്ലാം കീടത്തെ പോലെ നശിപ്പിക്കും. അപ്പോൾ ഈ വചനങ്ങളുടെ മുമ്പിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ പാപമാണല്ലോ എൻ്റെ രോഗത്തിന് കാരണം, എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം. പിന്നെ ഇതിനപ്പുറമുള്ളൊരു നിത്യതയിലേക്കും ഞാൻ എത്തത്തില്ലെന്ന് അവിടെ വെച്ച് ബോധ്യം വന്നപ്പോൾ ഞാൻ ഈ 2 കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ നിനക്കായി ഞാൻ ജീവിക്കാം. ഒരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഏറ്റവും പുറകിൽ നിന്ന് ഞാൻ മുന്നോട്ട് ആ ധ്യാനത്തിൽ കടന്നു ചെല്ലുകയും അങ്ങനെ ആ തീരുമാനമെടുത്ത് ഞാൻ മടങ്ങി വീട്ടോട്ട് പോവുക. അന്നേരമാണ് പിന്നീട് മനസ്സിലാകുന്നത് ധൂർത്തപുത്രനെ കുറിച്ചുള്ള വചനം ഓർക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയാം, അവനും ഇതുപോലെ ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യനാണ്. എല്ലാം മേടിച്ച്, അപ്പനിൽ നിന്ന് മേടിച്ച് അവൻ ദൂരദേശത്തേക്ക് പോയി, എല്ലാം നശിപ്പിച്ചു. അപ്പോൾ ഈശോ അവനെ നോക്കി പറയുന്നൊരു വാക്കുണ്ട്, നീ മൃതനാണ്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ്, പക്ഷേ ഞാൻ ലോകമ്ലേച്ഛതകൾക്ക് അടിമപ്പെട്ടപ്പോൾ അന്ന് ഈശോയും എന്നെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ ഒരു മൃതനാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഒരു ജീവൻ ദൈവം എനിക്ക് തിരിച്ചു തരികയാണ് 1995 ഡിവൈൻ നൈറ്റ് ധ്യാനത്തിലൂടെ. അങ്ങനെ ഞാൻ മടങ്ങി വീട്ടിൽ വന്നു. അങ്ങനെ എൻ്റെ ഫാദറിനോട് മാപ്പ് ചോദിക്കുന്നു. അതിനുശേഷം പിന്നെ എവിടെയും ധ്യാനങ്ങളും കൺവെൻഷനുകളും ഉണ്ടെങ്കിൽ ആ വേദികളിലെല്ലാം ഞാൻ പോവുക, വചനം കേൾക്കുക. അങ്ങനെ മുന്നോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പം ഈ എൻ്റെ കൂട്ടുകാരായിട്ടുള്ളവർ മദ്യപിക്കുന്നു, ചിലവർ സൂയിസൈഡ് ചെയ്തു, ചിലവർ അറ്റാക്ക് വന്ന് മരിച്ചവരുണ്ട് എൻ്റെ കൂട്ടുകാർ. പിന്നെ ഇങ്ങനെ അനേകർ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് കണ്ടപ്പം എനിക്ക് തന്നെ വേദന, ഇവരുടെ ആത്മാവിൻ്റെ സ്ഥിതി ഓർത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസേക്കൽ പ്രവാചകൻ്റെ പുസ്തകം 33 മുതലുള്ള വാക്യങ്ങളിൽ വചനമുണ്ട്. ദുഷ്ടനോട് തൻ്റെ ദുർമാർഗത്തിൽ നിന്ന് മാറാൻ നീ മുന്നറിയിപ്പ് നൽകാതെ അവൻ തൻ്റെ ദുർവൃത്തിയിൽ മരിച്ചാൽ അവൻ്റെ രക്തത്തിന് നിന്നോട് ഞാൻ പകരം ചോദിക്കും. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച അന്ന് മുതൽ ഞാൻ കർത്താവിന് വേണ്ടി പിന്നെ ഓടുകയാണ്. ഒരു ആത്മാവ് നശിക്കരുത് എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഓടുകയാണ്. എനിക്ക് പിന്നെ ഒരു ആത്മാവിനെ ദൈവരാജ്യത്തിലേക്ക് എങ്ങനെ അടുപ്പിക്കാം എന്നുള്ള ചിന്തയാണ്. അതിന് ഞാൻ അന്നേരം ചെയ്തത്, ഈ എൻ്റെ അനുഭവവും ചില വചനങ്ങളൊക്കെ എഴുതി ഞാൻ ട്രാക്റ്റ് അടച്ചു. ഈ പെന്തിക്കോസുകാർ കൊടുക്കുന്ന പോലെ ട്രാക്റ്റ് അടിച്ചു. ആ ട്രാക്റ്റ് അടിച്ചിട്ട് ഞാൻ നമ്മുടെ പള്ളികളിൽ അങ്ങനെ കൊണ്ട് വിതരണം ചെയ്തു. സുവിശേഷ വേലയുടെ ആദ്യപടി ആദ്യപടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഭാവനയെ വിരിഞ്ഞതാണ്.
ഈ തകരുന്ന വ്യക്തികളെ നേടണം. ഇപ്പം നമ്മുടെ ഇടവക പള്ളികളിലെല്ലാം മദ്യപാനികളുണ്ട് അല്ലേ? പ്രാർത്ഥിക്കുന്നവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ സ്ഥിതി അറിയാതെ, ഈ വ്യക്തി മരിച്ചവനാണെന്നറിയാതെ, ഒരു കാലഘട്ടത്തിൽ ഈ 95-ന് മുമ്പ് ഞാനും പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, പെരുന്നാളിൽ പങ്കെടുക്കുന്നുണ്ട്. അന്നും മദ്യപാനത്തിൻ്റെ ലോകം മ്ലേച്ഛതയ്ക്കും അടിമയാണ്. അപ്പോൾ ഞാൻ അന്ന് മൃതനാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ ജീവിക്കുന്ന നമ്മുടെ ക്രിസ്ത്യ സമൂഹമുണ്ടല്ലോ, അവരെ നേടാൻ എന്ത് മാർഗം? അതിനുവേണ്ടി ഞാൻ പള്ളികളിൽ പോയി ഈ കുർബാന കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് ഈ ട്രാക്റ്റ് ഞാനും എൻ്റെ കുഞ്ഞും കൂടി പോവും. അപ്പം ചങ്ങനാശ്ശേരിയിൽ ഒരു പള്ളിയിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നപ്പം അവിടുത്തെ വികാരിയച്ഛൻ വന്നിട്ട് ആ പേപ്പറെല്ലാം കൂടി തട്ടിപ്പറിച്ചോണ്ട് പോയി. ആ ട്രാക്റ്റ് എല്ലാം കൂടി ആ അച്ഛൻ എന്നിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചോണ്ട് പോയി. ഇതൊന്നും ഇവിടെ കൊടുക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞ അച്ഛാ, ഞാൻ വിചാരിച്ചാണ് ഇതുപോലെ പെന്തിക്കോസ്തുകാരുടെ പരിപാടിയായിരിക്കും. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു, എല്ലാം അച്ഛനെ മനസ്സിലാക്കി. അനുഭവങ്ങളാണ്. ആ ട്രാക്റ്റിന്റെ അടിയിൽ നന്മ പറഞ്ഞു പറയുമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അതും പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു അത് ഇവിടെ പറ്റത്തില്ലെന്ന്. അത് നമുക്ക് ചേർന്ന പരിപാടിയല്ല, സുവിശേഷമല്ല, നമുക്ക് ചേർന്ന പരിപാടിയല്ല. ആ ഒരു കാഴ്ചപ്പാടായിരിക്കാം. അതെനിക്ക് ഒത്തിരി വേദന ഉണ്ടായി. എങ്കിൽ പോലും ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് പിന്നെ അത് വലിയ പ്രശ്നമായില്ല. അപ്പോൾ ഞാൻ പിന്നെ തീരുമാനിച്ചു, ഇനി തെരുവിൽ നിന്ന് യേശുവിനെ പ്രസംഗിക്കണം. ഇത് പെന്തിക്കോസ്തുകാരന് മാത്രമല്ലല്ലോ. കർത്താവ് പറഞ്ഞ് നിങ്ങൾ പുറപ്പെട്ടു പോയി സുവിശേഷം ലോകമെങ്ങും അറിയിക്കാനാണ്. പക്ഷെ അത് പെന്തിക്കോസ്തുകാരുടെ കുത്തകയാണെന്നുള്ളതാണ് നമ്മുടെ കത്തോലിക്കർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് പൊളിക്കുകയും വേണം. അതൊന്ന് പൊളിക്കുകയും വേണം. നമുക്കിങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചുള്ള ഒരു സ്റ്റൈലേ ഉള്ളൂ. പക്ഷേ അന്തോണിസ് പുണ്യാളിലും നമ്മുടെ സഭയുടെ പൂർവ്വപിതാക്കന്മാരുടെ വിശുദ്ധന്മാരുടെ ചരിത്രം നോക്കിയാൽ ഇവരെല്ലാം തെരുവോരത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞത് തന്നെയല്ലേ, നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും പറയാൻ, ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പറയാനല്ല, സകല സൃഷ്ടികളോടും പറയാൻ. അതിൽ വിശ്വസിക്കുന്നവനെ സ്ഥാനപ്പെടുത്തി സഭയിൽ ചേർക്കുകയും ചെയ്യണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വഴികളിൽ സൗണ്ട് സിസ്റ്റമൊക്കെ കയറ്റി, അത് ഞാൻ വാടകയ്ക്ക് റെന്റിൻ്റെ അടുത്ത് അങ്ങനെ സൗണ്ട് സിസ്റ്റം എല്ലാം കയറ്റി കവലകളിൽ നിന്ന് പ്രസംഗിക്കും. ആഴ്ചയിൽ എത്ര ദിവസം പോയിരുന്നു? അത് ആഴ്ചയിൽ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ മിക്ക ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വീട്ടുകാർക്കൊക്കെ ഇതിനോട് എതിർപ്പുണ്ടായോ? വീട്ടുകാർക്ക് ഞാൻ നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണല്ലോ ഇത്. അപ്പം വീട്ടുകാർക്കൊക്കെ സന്തോഷമാണല്ലോ. വീട്ടുകാർക്ക് സന്തോഷമല്ല. പിന്നെ ഞാൻ മാനസാന്തരപ്പെട്ടത് തന്നെ അവരുടെ ഭയങ്കര സന്തോഷമല്ലേ വരുന്നത്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിവാഹത്തിലേക്കൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ പിന്നെ കർത്താവിനെ കുറിച്ച് കവലത്തോറും സുവിശേഷം പ്രസംഗിക്കാനൊക്കെ പോവുകയാണ്. ഞാൻ വേറെ 1-2 സഹോദരങ്ങളെയും ചില സമയത്ത് കിട്ടും, അവരെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങുമായിരുന്നു. എങ്ങനെ വാഹനം വല്ലതും ഉണ്ടോ? വാഹനത്തില. അപ്പം പിന്നെ ചിലവരെല്ലാം നമ്മുടെ കത്തോലിക്കനായിട്ടുള്ളവർ ചിലവരൊക്കെ തോന്നി ജോപ്പൻ ഇപ്പം പെന്തിക്കോസ്തിലാണോ എന്നും ചിലവർ പറയാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും. കാരണം നമ്മുടെ കാത്തലിക്കായിട്ട് അങ്ങനെ ആരും പരസ്യ ശുശ്രൂഷ ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം ഇങ്ങനെ കാത്തലിക്കായിട്ടുള്ള സുവിശേഷകർ അങ്ങനെയും കൂടി ഇറങ്ങണം എന്ന ആഗ്രഹം. കാരണം നമുക്കും പറഞ്ഞിരിക്കുന്ന കാര്യമാണല്ലോ ഇത്, കർത്താവ് പറഞ്ഞിരിക്കും. അപ്പം ബ്രദറെ, അങ്ങനെ ഞാൻ കർത്താവിന് സാക്ഷ്യം വഹിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ പിന്നെ പടിപടി തെരുവിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ആരെങ്കിലും വല്ലോ എതിർപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായോ? ഞാൻ പാലാ റൂട്ടിൽ നമ്മുടെ ചേർപ്പങ്കപ്പള്ളിയുടെ കുരിശൻതൊട്ടിയുടെ ആ കവലയിൽ നിൽക്കുക. ഞങ്ങൾ 3 പേര് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അടിയും ബഹളവും ഒക്കെ ആയിട്ട് നടന്നവരാണ് 3 പേരും. ഒരു ബേബി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി DYFIയിലെ പ്രവർത്തകൻ, മാനസാന്തരപ്പെട്ട ബേബി. പിന്നെ ഒരു സാബു, പുള്ളി ഒരു ഗുണ്ടയായിട്ട് നടന്ന. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗുണ്ടയും DYFIക്കാരനും യൂത്ത് കോൺഗ്രസ് മാനസാന്തരപ്പെട്ട ഒരു സ്റ്റേജിൽ ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് സുവിശേഷം പറയുമ്പോൾ ഒരു 2 നല്ല ചെറുപ്പക്കാർ, നല്ല മദ്യപാനം, നല്ല പോലെ മദ്യപിച്ചു വന്നിരിക്കുക. അവർ കിടന്ന് ബഹളം വെക്കുക. ഇവിടെ ഇതൊന്നും പറയാനൊക്കത്തില്ല, മറിച്ച് ഭയങ്കര ബഹളം. അപ്പം പാലായ്ക്ക് ഈ ചേർപ്പങ്കൽ ജംഗ്ഷനിൽ നിന്ന് പാലായ്ക്ക് പോകാനുള്ള ഒരു ഓപ്പോസിറ്റ് സൈഡിൽ, ചേർപ്പങ്കിൽ നിന്ന് കോട്ടയം സൈഡിലോട്ട് പോകാനുള്ളവർ ഇവിടെ ഈ കവല നിൽപ്പുണ്ട്. പക്ഷെ ഇവരുടെ ഒച്ച മൂത്തത് കൊണ്ട് 2 സ്ഥലത്തോട്ടും പോകാൻ ബസ് വന്നിട്ടും ആൾക്കാർ പോകുന്നില്ല. കാരണം ഇനി ഇവിടെ വലിയൊരു സംഘർഷം
ഉണ്ടാകുമെന്നുള്ള അടി പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തകർച്ച വന്നാൽ അത് വലിയ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് സ്വല്പം കഴിച്ചപ്പോഴാണ് മനസ്സിലായി ഞങ്ങൾക്ക്. കാരണം അന്നേരവും ഞങ്ങൾ ഇവൻ മൈക്ക് തട്ടിപ്പറിച്ചു, ഞങ്ങളുടെ തട്ടിപ്പറിച്ചു. പക്ഷെ നമുക്ക് നല്ല സൗണ്ട് ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് മൈക്കില്ലാതെ ശക്തമായിട്ട് പ്രസംഗിക്കുക. പറഞ്ഞെങ്കിൽ നമ്മൾ ഈ രാഷ്ട്രീയത്തിലെ ആ ശക്തിയും ധീരതയെല്ലാം ഉണ്ടല്ലോ, അതിവിടെ എടുത്തു, ഇവിടെ അങ്ങോട്ട് എടുത്തു. ഈ രണ്ട് പാർട്ടിക്കാരും എടുത്തു അങ്ങോട്ട് പ്രസംഗിച്ചു. അപ്പം ഇവരെല്ലാം ഇത്രയും ജനം കേട്ടോണ്ട് നിൽക്കുക. അപ്പോൾ ഒരു സെക്കൻഡ് ഒരു ധാർമ്മിക രോഷം ഉണ്ടായി. കാരണം ഈ 2 പേരിൽ ഞങ്ങൾ 3 പേര് അതിശക്തന്മാരായിട്ട് ഒരു കാലഘട്ടത്തിലെ ഒരു എന്നാ പറയുന്നേ ഇതുപോലെ അതെ ഇവന്മാരെ നേരിടാനും ശക്തിയുള്ളവരുവാ. പക്ഷേ എങ്കിലും അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചു, നമ്മൾ ശാന്തത പാലിച്ചു. ശാന്തത പാലിച്ചു. നമ്മൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഒരുത്തൻ പറഞ്ഞു, അവന്മാരെന്തെങ്കിലും പറയട്ടെ, നമുക്ക് നമ്മുടെ വഴി പോടാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ മാരുതി ഒമിനി വാന, അപ്പം അതിൻ്റെ 2 ഡോറൊക്കെ തുറന്ന് ഇട്ടുണ്ടാകും ഞങ്ങൾ ശുശ്രൂഷ, കാരണം ജനറേറ്ററൊക്കെ ഉണ്ട്. അപ്പം അതിലൊരുത്തൻ നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറി. അവിടെ ഇരിക്കട്ടെ പുള്ളി. ഒരാൾ ഓപ്പോസിറ്റ് സൈഡ് കടത്തിണ്ണയിൽ പോയിരിക്കും. ഞങ്ങളുടെ ശുശ്രൂഷ എല്ലാം സമാപിച്ച് ഇതെല്ലാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് വണ്ടിയോട്ട് വെക്കുന്ന സമയം ഈ ഓപ്പോസിറ്റ് ഇരുന്ന മദ്യപാനിയായ സഹോദരനും കൂടി ഇങ്ങോട്ട് വന്നു. ഈ വണ്ടിയിൽ ഇരുന്നവൻ അവനും ഇറങ്ങി. ആ കുരിശുംതൊട്ടിയുടെ ഫ്രണ്ടിൽ റോഡിൽ 2 പേര് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഒന്നാകാൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അത് ഞങ്ങളുടെ ഹൃദയത്തെ തകർത്തു. ഞങ്ങൾ 3 പേരൂടെ തലയെ കൈവച്ച് സഹോദര നടു റോഡിൽ അവിടെ ഒരു തുണിക്കടയൊക്കെ ഉണ്ടല്ലോ അതിന്റെ കുരിശുംതൊട്ടിയുടെ സൈഡാ ഞങ്ങൾ നിൽക്കുന്നത്, കടകളുടെ സൈഡല്ല, നമ്മുടെ കുരിശുംതൊട്ടിയുടെ ചേർന്നുള്ള സൈഡിലാണ്. അപ്പോൾ ഞങ്ങളുടെ ചങ്ക് പൊട്ടിയത്. കാരണം ഞങ്ങൾ പറഞ്ഞു, സഹോദരങ്ങളെ, ഞങ്ങളെക്കാൾ അധികം നിങ്ങളെ ഈശോ സ്നേഹിക്കുന്നു. ഈശോയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ 99 വിട്ടിട്ട് 1 തേടി വന്ന ഈശോയല്ലേ. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളെപ്പോലെ നിങ്ങളെയും ഈശോ ഒരിക്കൽ ആക്കും, ഭയപ്പെടണ്ട. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകാന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇത് മുഴുവൻ ജനങ്ങൾ കാണുക. അതൊരു വലിയ നമ്മുടെ ജീവിതത്തെ ഒലച്ചൊരു ശുശ്രൂഷയായിരുന്നു. ഈ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് പിന്നീട് കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ല. പോയി. അത് പിന്നെയും പ്രചോദനമായി. നമുക്ക് തെരുവിലെ ശുശ്രൂഷയ്ക്ക് ഒരു മൂല്യമുണ്ടെന്ന് നമുക്കൊരു വലിയ ആ ശുശ്രൂഷയിലൂടെ ഇങ്ങനെ പോകുന്നു. പിന്നെ അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു ആത്മാവിനെ നേടാൻ എന്ത് ചെയ്യാം, ആ ഇതിന് പിന്നെ ഞാൻ ഓടുകയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പ്രത്യേകിച്ച് തൊഴിലോ വരുമാന മാർഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? എനിക്കൊരു ചെറിയ ബിസിനസ് നടക്കുന്നുണ്ടെന്ന്. പക്ഷെ ആ ബിസിനസ്സിലൊക്കെ ഒത്തിരി കള്ളത്തരമൊക്കെ കാണിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ മാനസാന്തര അനുഭവത്തിൽ വന്നപ്പം ആ കള്ളത്തരമെല്ലാം ഒഴിവാക്കിയപ്പോൾ എൻ്റെ ഓർഡറുകളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പം വരുമാനമൊക്കെ ഒത്തിരി കുറഞ്ഞെങ്കിലും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഞാൻ കൂട്ടിച്ചേർക്കും. അപ്പൊ ഈ ബിസിനസ്സിൽ വന്ന ഈ നഷ്ടം നമ്മൾ സത്യസന്ധമായിട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഈ കക്ഷികളിൽ പലരും നമ്മളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാതെയായി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ ബിസിനസ് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? അതിനെ മെയിൻറ്റെയിൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവ് പറയുന്നുണ്ടല്ലോ ബ്രദറെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ ഉയർത്തുന്നവനെ ഞാൻ ഉയർത്തുമെന്ന്. ആ ദൈവം നമ്മെ പരിപാലിക്കാൻ ശക്തനല്ലേ. അതുകൊണ്ടല്ലേ ഈശോ ചോദിക്കുന്നേ, ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറയിൽ സംഭരിക്കുന്നില്ല. വയലിലെ ലില്ലികളെ നിങ്ങൾ നോക്കുവിൻ, അവ നൂൽക്കുന്നില്ല. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഞാൻ കൂട്ടിച്ചേർക്കും. അല്ല, ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ചിലരെങ്കിലും, എല്ലാവരും അല്ല, ചിലരെങ്കിലും ഈ വചനമൊക്കെ കേട്ട് ഇത്തരം ചില ആശയങ്ങളൊക്കെ ഉള്ളിൽ സ്വീകരിച്ചിട്ട് പിന്നീട് ബിസിനസ്സും വേണ്ടെന്ന് വെച്ചു, ജോലിയും വേണ്ടെന്ന് വെച്ചു, അങ്ങനെ ഒരു നിസ്സംഗരായിട്ട് ഒരു പ്രതികരണശേഷിയില്ലാത്ത അങ്ങനെ കുറേ ആൾക്കാരെ രൂപപ്പെടുത്തി വിടാൻ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ധ്യാനങ്ങൾ ഇതൊക്കെ കാരണമായി തീർന്നിട്ടുണ്ടെന്ന്
ചിലരെങ്കിലും ഒക്കെ ഇന്ന് ശക്തമായിട്ട് ആരോപിക്കുന്നുണ്ട്. അത് തെറ്റായ ബോധ്യമാണ്. ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നീതിയോടുകൂടി സത്യത്തോടുകൂടി ബിസിനസ് ചെയ്യാമല്ലോ. ഒരു സുവിശേഷകന് ബിസിനസ് ചെയ്യുന്ന തെറ്റില്ലല്ലോ. ഒരു രാഷ്ട്രീയം പോലും അവന് പ്രവർത്തിക്കുന്നതിന് തെറ്റില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ആ ഒരു സുവിശേഷകൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ, പഴയ ആ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാതെ അവരെന്നെ സ്നേഹിക്കാൻ. അത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളും പറയുന്നത്. അതായത് സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ പൈതലായി മാറി, അങ്ങനെയുള്ള ഒരു വ്യക്തി രാഷ്ട്രീയം ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ രാഷ്ട്രീയത്തിൽ അവൻ കർത്താവിന് വേണ്ടി നിൽക്കണം. തീർച്ചയായും ദൈവരാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കണം. അവിടെയാണ് ക്രിസ്തീയ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നത്. അവിടെയാണ് നമുക്ക് ഒരുപക്ഷെ നമുക്ക് വന്ന പരാജയം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയവും സിനിമയും കലയും ഇതെല്ലാം പാപമാണെന്നുള്ള ഒരു ചിന്ത ഈ ധ്യാനങ്ങളിലൂടെയൊക്കെ പലർക്കും കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലർ ഇതെല്ലാം അങ്ങ് പാടെ അങ്ങ് ഉപേക്ഷിച്ചു, എന്നിട്ട് ചുമ്മാ വെറുതെ ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ അങ്ങ് നടക്കുകയാണ്. വാസ്തവത്തിൽ അതല്ല ചെയ്യേണ്ടത്. നമ്മൾ അവിടെയൊക്കെ കർത്താവിന് വേണ്ടി നമ്മൾ പ്രാപിച്ച ഈ അഭിഷേകത്തോടെ അവിടെ നിൽക്കണം നമ്മൾ. കറക്റ്റ്. അത് നമുക്കതിനാണല്ലോ ജ്ഞാനം ദൈവം തന്നിരിക്കുന്നത്. ജ്ഞാനത്തോടു കൂടി പെരുമാറണം. ഇപ്പം ഒരു വ്യക്തി അനീതിപരമായിട്ട് അടി ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുമല്ല. എൻ്റെ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നെ അവിടെ അന്നേരം ഓൺ ദ സ്പോട്ടിൽ ഇടപെടും. അതുപോലെ തന്നെ ഇടപെടാൻ നമ്മളും ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും നമുക്കൊരു സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്നും പറഞ്ഞിട്ട് മാറിയിരിക്കുന്നവൻ അവനൊരിക്കലും ദൈവരാജ്യത്തിന് ചേർന്നവനല്ല. ഇപ്പം നമ്മുടെ ക്രൈസ്തവ സമുദായം നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ തീർച്ചയായിട്ടും ശബ്ദം ഉയർത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഓരോ ശുശ്രൂഷകനുമുണ്ട്. തീർച്ചയായും നമ്മളത് മറന്നു കളയരുത്. നമ്മളിപ്പം സഭയെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മൾ സഭയോട് ചേർന്ന് നിന്ന് സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത നമുക്കുള്ള ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ല, ഞാനൊരു സുവിശേഷകനായി മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കാനുള്ള ആളല്ല. നമ്മൾ അതല്ലേ അതാണ് പലർക്കും പറ്റുന്നൊരു അബദ്ധം. എല്ലാം കർത്താവ് നോക്കിക്കോളും, കർത്താവ് എല്ലാം ശരിയാക്കിക്കോളും, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്ന് പറയുന്ന വളരെ ഗുരുതരമായ തെറ്റായ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഉണ്ട്. അത് നമ്മുടെ വിശുദ്ധി പോകുമോ, നമ്മൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ അഭിഷേകം പോകുമോ, അത് ഭയങ്കര തെറ്റാത്. അത് ഈശോ പോലും പറയുന്നുണ്ടല്ലോ. ഈശോ പോലും രാജാവിനോട് പറഞ്ഞു തന്നെ. പിന്നെ അന്നത്തെ സാമൂഹിക കാര്യങ്ങളിലൊക്കെ കർത്താവ് ഇടപെട്ടില്ലേ? അപ്പോസ്തലന്മാർ ഇടപെട്ടില്ലേ? അത് പക്ഷെ പലരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല. അതല്ലേ ബിനോയ് ബ്രദറെ, നമ്മളെ ഓരോരുത്തരെയും ഈശോ നമ്മൾ നേരത്തെ ആയിരിക്കുമ്പോൾ തന്നെ, ഇപ്പം ബിനോയ് ബ്രദർ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. നമ്മളെയൊക്കെ ഈ ഫീൽഡിൽ അന്ന് പോകുമ്പോഴും ദൈവത്തിനൊരു അതിലൂടെ ഒരു പദ്ധതി ഉണ്ടായി. അതുകൊണ്ടാണല്ലോ ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിലാണെന്ന് വന്ന്, ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും. അപ്പം ഈ നായാട്ടുകാരന് മീൻ പിടിക്കാൻ അറിയത്തില്ല, മീൻ പിടിക്കുന്നവന് നായാട്ട് പണി അറിയത്തില്ല. അപ്പം ഈ നായാട്ടുകാരനെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെയും ആ മേഖലയിലൂടെയും ദൈവത്തെ കൊടുക്കാനുണ്ട്. ഒരു മീൻപിടുത്തക്കാരനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെയും അവനെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയ മുന്നമേ അവനെ ഒരു മീൻപിടുത്തക്കാരനാക്കിയത്, അല്ല ഒരു നായാട്ടുകാരനാക്കിയത്. അപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ വന്നെങ്കിൽ ആ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന വീറും വാശിയുമെല്ലാം ഇവിടെ ദൈവരാജ്യത്തിന് വേണ്ടി അവന് പ്രയോഗിക്കണം പറ്റണം. അങ്ങനെയല്ലേ സഭയ്ക്ക് രക്തസാക്ഷികളുണ്ടായേ. ഇപ്പം നമ്മൾ ഈയിടെയും വിശുദ്ധനാക്കിയ ദൈവസഹായം പിള്ളയെ കുറിച്ച് നമ്മൾ വാഴ്ത്തുന്നുണ്ട്. ദൈവസഹായം പിള്ള വിശുദ്ധനാകാനുള്ളത് മുമ്പുള്ള ചരിത്രം തന്നെ. യേശു മാത്രം കർത്താവെന്ന് പറയുക, ഒരു പിള്ള സമുദായത്തിൽപ്പെട്ട ആള് അല്ലേ, യേശുവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞു, അത് വിശ്വാസത്തിൽ ഏറ്റെടുത്തു, രാജാവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. ശരിക്കും ആ കൊട്ടാരത്തിലെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടത്. അല്ലാതെ ജോലിയും പണിയെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് കൊട്ടാരത്തിലെ പണിയൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു പോകുകയല്ലേ. അല്ല, നമ്മൾ ആ അവസ്ഥയിലൂടെയാണ് കർത്താവിന് സാക്ഷ്യം. അവിടെ വെച്ച് അദ്ദേഹത്തിന് പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നു. അത് ക്രിസ്തുവിനെ പ്രതി അദ്ദേഹം സ്വയം അത് മഹത്വത്തിന് ഇടയായി. അപ്പോൾ നമുക്ക് ബ്രദറിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരാം. ബ്രദർ, അപ്പോൾ ഈ സുവിശേഷ വേല ഇങ്ങനെ തെരുവിലുള്ള ശുശ്രൂഷ ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുമ്പോൾ
അങ്ങനെയാണ് ഞാൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ ദൈവം ഒരു വഴി തുറക്കുക. അത് ഈ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ നാനായ സമുദായക്കാർ മുഴുവൻ അമേരിക്കയായിട്ടൊരു അഭേദ്യമായൊരു ബന്ധമുണ്ട്. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമുദായത്തിലുള്ള ബാക്കി മുഴുവൻ ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഒരു സ്നേഹം ഈ നാനായ സമുദായത്തിനുണ്ട്. അത് നിശ്ചയമായിട്ടുണ്ട്. അത് വളരെ വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അത് ആ ഒരു കെട്ടുറപ്പ്, ആ സമുദായ സ്നേഹം അത് ബാക്കിയുള്ളവർ കണ്ടുപഠിക്കേണ്ട, പ്രത്യേകം കണ്ടുപിടിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നാനായക്കാരെ നമ്മൾ കണ്ടുപിടിക്കണം. അവർക്കൊരു ആ ഒരു സഹോദര സ്നേഹം അത് ഭയങ്കരമാണത്. ആ വിധത്തിൽ നിങ്ങൾ പോകാൻ ശ്രമിച്ചതാണോ? അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ അവിടെയായിരുന്നു. അങ്ങനെയാണ് എന്നെ എൻ്റെ പെങ്ങളെയും അമ്മയും എല്ലാം അവിടെ എത്തിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ കുടുംബം മുഴുവൻ അമേരിക്കയിൽ എവിടെയാ? ചിക്കാഗോയിലാണ്. അപ്പൊ അവിടെ ഞാൻ ആ കുടുംബമായിട്ട് ആദ്യം ഫ്ലൈ ചെയ്ത് ഒഹേർ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ആ എയർപോർട്ടിൻ്റെ അവിടെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ദൈവമേ ഈ രാജ്യത്തും എന്നെ എടുത്ത് ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ബ്രദറെ, ഈ പള്ളികളിലൊക്കെ അച്ഛന്മാരും ബ്രദർമാരും എല്ലാം പ്രസംഗിക്കുന്നുണ്ട്. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും കേൾക്കാതെ നടക്കുന്ന പാവങ്ങളുണ്ട്. അവരോടൊക്കെ പറയണമെന്നാണ് കൊതി. അതായത് ഈ തെരുവിൽ കിടക്കുന്നവരോട് അല്ലെങ്കിൽ വിജാതീയരായിട്ടുള്ള ആൾക്കാരോട് ഇവരോടൊന്നും സുവിശേഷം പറയാൻ ആരുമില്ല. ഈ ചെല്ലുന്നവരെല്ലാം പള്ളികളിൽ കേട്ട് മടുത്തവരോടാ പറഞ്ഞു തന്നെ പിന്നെ പറഞ്ഞിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, ഇതെന്നെ കേരളത്തിൽ പാപികളില്ലാഞ്ഞിട്ടാണോ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നത്? അത് വാസ്തവത്തിൽ അവർ പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങൾ കളിയാക്കി പറയുന്നതാണെങ്കിൽ ആയിരിക്കാം, അതിൽ ചില കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ദൈവമേ ഇവിടെ സുവിശേഷം പറയാൻ വാതിൽ തുറക്കണം. അപ്പം അമേരിക്കയിലെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് വേണം. എനിക്ക് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് അറിയാനും സംസാരിക്കും, മലയാളം തന്നെ കഷ്ടിക്കും. അതെ, അങ്ങനെ ഇരിക്കുന്ന എനിക്ക് എന്ത് ചെയ്യും ബ്രദറെ? ഞാൻ ആ തമ്പുരാനോട് ആഗ്രഹം പറഞ്ഞു. എന്നിട്ട് ഞാൻ മാനുഷ്യമായി അറിയാവുന്ന പലവരോട് ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ തെരുവിൽ പോയി ശുശ്രൂഷ ചെയ്താലോ? അപ്പം നമ്മുടെ ആൾക്കാരല്ലേ, നമ്മുടെ കരിസ്മാറ്റിക് നവീകരണത്തിൽ അവിടെയുള്ളവരെ, അവർക്ക് ഈ ബോധ്യമില്ലല്ലോ. എങ്കിലും 6 വർഷം കഴിഞ്ഞപ്പം, 6 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കസിൻ അലക്സ് കൊല്ലപ്പള്ളി എന്ന് പറയും, ഞാൻ ആ ചേട്ടനോട് 6 വർഷം മുമ്പ് പറഞ്ഞ്, അലക്സ് ചേട്ടാ നമുക്കിങ്ങനെ തെരുവിൽ നിന്നൊന്ന് സുവിശേഷം പറഞ്ഞാലോ? അത് ആര് കേൾക്കാൻ എന്താന്നൊക്കെ. അമേരിക്കയിൽ അങ്ങനെയുള്ള ശൈലികളൊക്കെ ഉണ്ടോ? അവിടുത്തെ പെന്തക്കോസ്തുകാർ ഇങ്ങനെ ചെയ്യാറുണ്ട്. അവിടുത്തെ ഇംഗ്ലീഷുകാർ ചെയ്യാറുണ്ട്. അപ്പം ഇവിടുന്ന് പോകുന്ന മലയാളികളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പരിപാടി. അപ്പം ഞാൻ അവിടുത്തെ പെർമിഷനൊക്കെ മേടിക്കണം എന്താണെന്നൊക്കെ ഞാൻ പലരോട് ചോദിച്ചു. എന്നാണെങ്കിലും ഈ അലക്സേട്ടൻ എന്ന് പറഞ്ഞ ആൾ 6 വർഷം കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിലൊരു ഞായറാഴ്ച വരിക. അദ്ദേഹവും ഡിവൈൻ്റെ ഒരു സിംഗർ രാജു രാജു എന്ന് പറഞ്ഞ രാജുചേട്ടൻ, പുള്ളി ഒരു ശുശ്രൂഷയ്ക്ക് അമേരിക്കയിൽ വന്നതാണ്. ഒരു ഞായറാഴ്ച വന്നിട്ട് പറഞ്ഞു, ജോപ്പൻ നേരത്തെ പറഞ്ഞ ആ പരിസ്ഥിതി ശുശ്രൂഷയ്ക്ക് നമുക്ക് ഇന്ന് പോയാലും ഫ്രീയാ. പുള്ളി പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞങ്ങൾ 3 പേരും വണ്ടി പെട്ടെന്നൊരു ദിവസം എന്ന് പറയുക 6 വർഷത്തിന് ശേഷം. അപ്പൊ ഈ 6 വർഷവും ശരിക്കും അങ്ങയുടെ മനസ്സിൽ ഇതിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞ് തീരുമാനം എടുത്ത് ഞങ്ങൾ വണ്ടിയെ കയറി പോയ വഴിക്ക് ഒരു ഹാൻഡ് മൈക്ക് ഞാൻ വില കൊടുത്ത് മേടിക്കുക. അങ്ങനെ ടൗൺ എന്ന് പറയുന്ന മുൻകൂട്ടിയുള്ള ഒരു പ്ലാനും ഇല്ല. ആ തിരക്കേറിയ ടൗണിൽ ചെന്ന് ഞങ്ങൾ നിന്ന് സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചെറുപ്പക്കാർ അവർ ചെറിയൊരു ബോക്സ് നല്ല പവർഫുള്ളാണ്, അവരപ്പുറം മാറി നിന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അത് ശരി. അപ്പം ഞാനിവിടെ മലയാളത്തിൽ പറയും, അലക്സാറിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ജനം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രാജാനുണ്ട്, പുള്ളി പാട്ടുകാരനാണല്ലോ. അപ്പോൾ ഈ ഇംഗ്ലീഷുകാർ നോക്കിയപ്പം ഒത്തിരി തിരക്കാണ്, ജനം ഒത്തിരി ഉണ്ടല്ലോ, നമ്മുടെ ഹാൻഡ് മൈക്ക് പവറും പോരാ. അപ്പോൾ അവരിൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ചിട്ട് ആ ഇംഗ്ലീഷുകാർ പറഞ്ഞു, എന്നാൽ ഇതിലൂടെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവരൂടെ ഞങ്ങളോട് ചേർന്നു. നമ്മൾ മലയാളത്തിൽ പറയുന്നു, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്ലാക്ക് ലേഡി, ഒരു 10-28 വയസ്സുള്ള ഒരു പെങ്കൊച്ചും വേറെ ഒരു പെങ്കൊച്ച്, അതുപോലെ ഒരു ചെറുപ്പക്കാരി, അവർ 2 പേരും ഇംഗ്ലീഷുകാർ. അവർ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് ശ്രദ്ധാപൂർവ്വം വചനം എല്ലാം കേട്ടിട്ട് അവരുടെ വേദനകൾ ഇംഗ്ലീഷിൽ പങ്കുവെക്കുക. ഇപ്പം നമ്മൾ ടീമുണ്ട് ആയല്ലോ,
അവരെല്ലാം കേട്ടതിന് ശേഷം ഞങ്ങൾ കൂട്ടമായി നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ കരയുകയും ചെയ്യുന്ന ഒരു സംഭവം. പണ്ട് നമ്മൾ ചേർപ്പൊങ്കൽ വെച്ച് ചെയ്ത അതേ രീതിയിൽ അതേ രീതിയിൽ അമേരിക്കയിലും പോയി ചെയ്തു. ഇംഗ്ലീഷുകാരുടെ ഇടയിൽ അത് കാണാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ഇതൊരു ദൈവ നിമിത്തമാണെന്നറിഞ്ഞു. അപ്പം ഇതിനു വേണ്ടി വീണ്ടും കിട്ടാവുന്ന സമയങ്ങൾ അമേരിക്കയിലും ഈ ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ദൈവം അതിനു വേണ്ടിയുള്ള വഴികൾ തുറക്കണമെന്ന് അത്തരം ധാരാളം അനുഭവങ്ങൾ കാണുമല്ലോ. ദൈവം വഴി നടത്തിയ അനുഭവങ്ങൾ നമുക്കതൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പറയണം. വളരെ രസകരമായിട്ടുള്ള ജോബൻ ബ്രദറിന്റെ അനുഭവങ്ങൾ. കേരളത്തിൽ തെരുവിൽ ശുശ്രൂഷ ചെയ്ത ഒരു കത്തോലിക്കനായ ജോബൻ ബ്രദറെ അങ്ങ് അമേരിക്കയിൽ ചെന്ന് അവിടെയും തെരുവിലുള്ള മക്കളോട് കർത്താവിൻ്റെ സുവിശേഷം പറയുന്നവൻ കാണിച്ച ആ തീക്ഷ്ണത, നിശ്ചയമായിട്ടും ദൈവം അതിനെ മാനിച്ച, ദൈവം വഴി നടത്തിയ അത്ഭുതകരമായ അനുഭവങ്ങൾ ഇനിയും ഒത്തിരി പറയാനുണ്ട്. നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം.